അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ നിന്ന് കേട്ട വാർത്ത വല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമുക്കറിയാം, ഒരു നാട് മൊത്തം രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ആ നാടും അസ്തമിക്കുന്ന രൂപമാണ് എല്ലാവരും കണ്ടത്. കേരളത്തിനെ നടുക്കിയ വളരെ വലിയൊരു ദുരന്തമായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടങ്കൈ പ്രദേശത്തും നടന്നത്. രാത്രി കിടന്നുറങ്ങിയ വിഭാഗം രാവിലാകുമ്പോഴേക്ക് ഡെഡ് ബോഡികളാണ് കാണുന്നത്. ഒന്നല്ല, നൂറുകണക്കിന് ഡെഡ് ബോഡികൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു തആല നിരന്തരമായ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇത് ഒരു പരീക്ഷണ ലോകമാണ്. ഇതിൻ്റെ റിസൾട്ട് അടുത്ത ലോകത്താണ് റബ്ബ് തആല തരുന്നത്. ഇവിടെ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളിൽ നമുക്ക് എങ്ങനെ അതിജയിക്കാം എന്നുള്ളതൊക്കെ വിശദമായി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ഏതായാലും വയനാട് ദുരന്തം അത് വല്ലാത്ത ദുരന്തമായിട്ടുണ്ട്. ആ ദുരന്തത്തിൽ മനുഷ്യത്വമുള്ളവരൊക്കെ സഹായത്തിനിറങ്ങിയിട്ടുണ്ട്. എല്ലാ സന്നദ്ധ സംഘടനകളും ഗവൺമെൻറ്റുകളും എല്ലാവരും സഹായത്തിനിറങ്ങിയിട്ടുണ്ട്. അത് മനുഷ്യനെ കരളരിയിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കരൾ പിടിച്ച് കുലുക്കിയ ഒരു സംഭവമായിരുന്നു. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവരക്ഷാർത്ഥം ധാരാളം പേർ സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അവർക്ക് കഴിയാവുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്തത് സ്വാഗതാർഹമാണ്. സമൂഹത്തിൽ ഉന്നതരും അതുപോലെ തന്നെ വലിയ ആളുകളും വരെ ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. കേരളം കണ്ട ഒരുപാട് ദുരന്തങ്ങൾക്കും ഇങ്ങനെ സന്നദ്ധ സംഘടനകൾ രംഗത്തുണ്ടായിട്ടുണ്ട്. വയനാട് ജില്ലയിൽ തന്നെ പുത്തുമലയിൽ കണ്ടതാണ് നാം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിലെ കവളപ്പാറയിലും ഇതുപോലെ സമാനമായ സംഭവങ്ങൾ കണ്ടതാണ്. എറണാകുളത്തും കൊല്ലത്തും കാസർഗോഡിലും പല സ്ഥലങ്ങളിലുമൊക്കെയായി ദുരന്തങ്ങളും പലതും ഉണ്ടായപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് കൂടി അവിടെയെല്ലാം എല്ലാ മനുഷ്യ സ്നേഹികളായി മനുഷ്യ ചങ്ങലകൾ തീർത്തുകൊണ്ട് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തതാണ്. കേരളത്തിൽ എമ്പാട് ദുരന്തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് സഹായങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളുമായി നാട് നീളെ ഒരുമിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടു മുമ്പേ നടന്ന മറ്റൊരു സംഭവം നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. കോഴിക്കോട് നടക്കാവിൽ നിന്ന് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഒരു അഡ്രസ്സുമില്ല. അന്ന് തന്നെ അവിടുത്തെ സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും അമാന്ത കാണിച്ചു. അവരതിൽ നിന്ന് വല്ലാതെ പരിഗണിച്ചില്ല. ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു ഡ്രൈവറല്ലേ എന്നുള്ള പുച്ഛിച്ചു തള്ളുന്ന വാക്കായിരുന്നു. മനുഷ്യ വില കൽപ്പിക്കാത്ത VIP-കളെ മാത്രം പരിഗണിക്കുന്ന ലജ്ജാവഹമായ പ്രവൃത്തിയായിരുന്നു കർണാടക കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒച്ചപ്പാടുകൾ കൂടിയതിനു ശേഷം കർണാടക ഗവൺമെൻറ്റും മറ്റും ഇടപെട്ട് അത് തെരച്ചിൽ തുടങ്ങിയെങ്കിലും എവിടെയും എത്താനായില്ല, ഫലം കണ്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വയനാട്ടിൽ ധാരാളം ഡെഡ് ബോഡികൾ ചളിക്കുള്ളിൽ നിന്നും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നും എടുത്തുകൊണ്ടേ വരികയാണ്. സുബ്ഹാനല്ലാഹ്, മനുഷ്യ സ്നേഹികൾ ഒരുമിക്കുന്ന വളരെ ആനന്ദം നിറഞ്ഞൊരു കാഴ്ചയാണത്. മനുഷ്യൻ അല്ലാഹു തആല വിധിച്ചത് എന്താണോ അത് പരീക്ഷണമായി ഇവിടെ ഉണ്ടാവും. അത് തടയാൻ ആർക്കും കഴിയില്ല. പക്ഷേ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അതിജയിക്കേണ്ടത് മനുഷ്യൻ്റെ ബാധ്യതയാണ്. പരീക്ഷിക്കപ്പെട്ടവരെ നിസ്സാരപ്പെടുത്താനോ അവരെ മാറ്റി നിർത്താനോ ഒറ്റപ്പെടുത്താനോ ആരും തയ്യാറാകേണ്ടതില്ല. റബ്ബിൻ്റെ പരീക്ഷണം ഏത് സമയത്താണ് നമുക്കിറങ്ങുക എന്ന് ആർക്കും പറയാനാവില്ല. നിരന്തരമായ തുടർച്ചയായ ശക്തമായ മഴകൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തും ഉരുൾപൊട്ടുന്നു, പല ഭാഗത്തും പല പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ വലിയ പാഠങ്ങളാണ്. അതൊക്കെ വിശദമായി നമുക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും അവിടെയുള്ള സ്നേഹജനങ്ങൾക്ക്, അവിടെ ഇടപെട്ട ജനങ്ങൾക്ക് കൃതജ്ഞ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല അവർക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹമാണ് നമ്മുടെ നാട്. ആ സ്നേഹവും ഐക്യവും നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണത്? മഅദിൻ സഖാഫത്തുൽ ഇസ്ലാമിയുടെ പരിസരത്ത് അല്പം വെള്ളമായത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മഴയിൽ അവിടെ വെള്ളമായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വഹാബികളായ കുറച്ച് ആളുകൾ
അവരിങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന വാചകമാണ്, ഈ മഅദിനൊന്ന് ഒഴിച്ചു പോയാൽ മതിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസപരമായ ഉണർവ് നൽകിയ മഅദിന് സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനം ഒലിച്ചു പോയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ശൈത്വാനിൻ്റെ ആഗ്രഹം, ദജ്ജാലിൻ്റെ ആഗ്രഹം, ഇബ്ലീസിൻ്റെ ആഗ്രഹം, നാൽക്കാലി പോലും ആഗ്രഹിക്കാത്ത വൃത്തികെട്ട ആഗ്രഹമാണ് ആ വ്യക്തികൾ ആഗ്രഹിക്കുന്നത്. എന്താണ് മഅദിന് ഇവിടെ ചെയ്യുന്ന സേവനം? സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഊന്നൽ നൽകുകയും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരെ എങ്ങനെ ഉന്നതിയിലെത്തിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. നാടിൻ്റെ നാനാഭാഗത്തുമായി 20,000, 30,000, 40,000 ഒക്കെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 50,000-ൽ പരം വിദ്യാർത്ഥികൾ, 1,00,000-ൽ പരം വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥാപനത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഉപഭോക്താക്കളായി ലക്ഷക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾ സ്ഥാപനത്തിൻ്റെ ഉപഭോക്താക്കളായി, ഗുണഭോക്താക്കളായി, ഗുണം ഉപയോഗിക്കുന്നവരായി ധാരാളം ആളുകളുണ്ട്. അവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മഅദിന് സഖാഫത്തുൽ ഇസ്ലാമിയ. കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാം നടന്നെന്ന് നമ്മൾ കണ്ടു അല്ലേ? എന്താണ് എക്സാമിന് ഒരുക്കിയ സജ്ജീകരണം? നല്ല സജ്ജീകരണം. എല്ലാ ആളുകൾക്കും പറയാനുള്ളത് മഅദിനൊരുക്കിയത് കെങ്കേമമായ സ്വീകരണമായിരുന്നു. ജാതി, മത, വർണ്ണ, വർഗ ഭേദമില്ലാതെ എല്ലാവരോടും സ്നേഹം പങ്കിടുന്ന മഅദിന് സഖാഫത്തുൽ ഇസ്ലാമിയ, മർക്കസ് സഖാഫത്ത് സുന്നിയ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇല്ലാതെയാകാൻ കൊതിക്കുന്നത് മനുഷ്യത്വമില്ലാത്ത മനസ്സുകൾക്ക് കഴിയുകയുള്ളൂ. തെമ്മാടികളായ ആളുകൾക്ക്, മനുഷ്യത്വം മരവിച്ചു പോയ ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും ദുരിതം അനുഭവിക്കുന്നവർക്ക് അത്താണിയായി, സ്നേഹമായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഭക്ഷണം, വസ്ത്രം, മരുന്ന്, മറ്റു സൗകര്യങ്ങളെല്ലാം എന്താണോ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഇർഹമു മൻ ഫിൽ അർള് വയർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയുടെ ഉപരിമണ്ഡലത്തിലുള്ള സർവ്വർക്കും നിങ്ങൾക്ക് കഴിയാവുന്ന ഗുണം ചെയ്താൽ ആകാശത്തിലെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഓർക്കണം. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സ്നേഹത്തിലും കാരുണ്യത്തിലും അതുപോലെ നല്ല കാര്യങ്ങളിലും നിങ്ങൾ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയിലും ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും തെറ്റുകളിലേക്കും നിങ്ങൾ സഹകരിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ മനുഷ്യത്വം ഉള്ള എല്ലാവരും മനുഷ്യത്വ മനസ്സുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു തആല എല്ലാ ദുരന്തങ്ങളെ തൊട്ടും നമ്മളെ നാടിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരിതം അനുഭവിച്ച് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു എല്ലാവർക്കും മുഅ്മിനീങ്ങൾക്കും ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെ കുടുംബങ്ങൾക്ക്, എല്ലാവരുടെയും ദുരിതത്തിൽ മരണപ്പെട്ടു പോയ സർവ്വജനങ്ങളുടെയും കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.